ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് രണ്ട് ജാർ അവിടെ. അയ്യോ, ഇതൊക്കെ എന്താ ഇവിടെ? ഇത് എന്റെ സ്മൂത്തി ജാർ. ഇവിടെ ഇത് സ്മൂത്തി റിലേറ്റഡ് ആയിരിക്കും നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത്. നമ്മളെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. സ്മൂത്തിക്ക് ആവശ്യമായിട്ടുള്ള പഴം വേണം, ആപ്പിൾ വേണം, അല്ലെങ്കിൽ നട്ട്സ് വേണം, പിന്നെ നമ്മുടെ ഡേറ്റ്സ് വേണം, അങ്ങനെ അങ്ങനെ എല്ലാം. സ്മൂത്തി ഉണ്ടാക്കുന്നതാണ് ചലഞ്ച്. പക്ഷെ ആ സ്മൂത്തിയിൽ ഓരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇഷ്ടപ്പെട്ട് പണിയെടുത്ത് ചലഞ്ചിൽ കൂടെ വിൻ ചെയ്ത് മാത്രമേ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് സ്മൂത്തിയിലോട്ട് ആവശ്യമായിട്ടുള്ളത് വാങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. കളി തോറ്റ കഴിഞ്ഞാൽ ഒന്നുമില്ല, ചുമ്മാ ഇരുന്നോണം. നോ തം ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ 2 വിരലിലെ തമ്പ് നമ്മൾ സ്റ്റിക്കർ ചെയ്യും ഗൈസ്. അപ്പൊ നമുക്ക് വെറും 4 വിരലുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കുറെ ഡിഫറെന്റ് ചലഞ്ചസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ വിൻ ചെയ്തതിന് ശേഷം ഓരോ വട്ടം വിൻ ചെയ്യുമ്പോഴും ആ വിൻ ചെയ്യുന്ന ആൾക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് വെച്ച് ചൂസ് ചെയ്യാം. അതിപ്പോ ബനാന വേണമെങ്കിൽ, പാല് വേണമെങ്കിൽ, അല്ലെങ്കിൽ ആപ്പിള്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അങ്ങനെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി ആരാണോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അവരായിരിക്കും വിൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, ഇട്ടങ്ങ് നിറയ്ക്കണം. എന്നിട്ട് സ്മൂത്തി ഒക്കെ പറയാ ഡിന്നർ ആയിട്ട് അതങ്ങ് കുടിക്കണം. ഇട്ട് നിറയ്ക്കാൻ വേണ്ടിട്ട് ചലഞ്ച് ഇയാള് വിൻ ചെയ്യണം. ഇല്ല താളം പിടിയിട്ട് കാര്യമില്ല. നിനക്ക് താളം കൂടുതലും പ്രവൃത്തി കുറവാ. അതിപ്പോ ഏട്ടനാ വന്നത്. കാണാം. കുമാരി വിരൽ 3 മടക്കി ലക്ഷ്യസ്ഥാനത്തേക്ക്. ഓക്കെ അല്ലേ? കള്ളക്കളി പാടില്ലേ? കള്ളക്കളി ഒന്നും അടുത്തത് സ്മൂത്തി കുടിക്കുമ്പോ എല്ലാം ഓക്കെ ആവുമായിരിക്കും. തണുത്ത സ്മൂത്തി കുടിക്കുമ്പോ സെറ്റ് ആയിരിക്കും എല്ലാത്തിനും. എനിക്കിതിപ്പോ ഇത് വെച്ചപ്പോഴാണ് എനിക്ക് സാധനം പാടാണ്. നിങ്ങൾ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് ഗായ്സ്. ഇപ്പൊ ഫസ്റ്റ് നമ്മുടെ റൗണ്ടില് സോഡയാണ്. ഈ സോഡ എന്ന് പറയുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുന്ന സാധനം. അത് നോർമൽ നമ്മുടെ സ്പ്രൈറ്റ്, കൊക്കക്കോളയുടെ അടപ്പ് നമുക്ക് സത്യം നല്ല മുറുക്ക അടച്ചിരിക്കുക. ആർക്കാണ് ഏറ്റവും കൂടുതൽ ബലം, അത് നമ്മളെ തമ്പ് ഉപയോഗിക്കാതെ ഇത് 1 ടാസ്ക് ആയിരിക്കും. പല്ലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പല്ലൊക്കെ ഉപയോഗിച്ച് നീ തുറക്കുവോ? അല്ല, ഓരോരുത്തർ ഇങ്ങനെ കടിക്കാൻ പറ്റില്ല. 2 കൈ വെച്ചാ പറ്റും. 1 2 3. അയ്യോ ഇത് എടാ ഇത് ഭയങ്കര പാടാ ഗൈസ്. കയ്യെന്ന് തോന്നുന്നു. അമ്മേ കിടത്തിട്ട് ഈ തള്ളവിരലിനൊരു വിലയുണ്ട് ഗൈസ്. അതില്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കൂല. എങ്ങോട്ടാ തുറക്കുന്ന മറന്നും പോയല്ലോ. അയ്യോ, ഷൂ എന്നൊരു ശബ്ദം കേട്ടില്ലേ? തുറന്നു ഞാൻ. തുറക്കണം, ഫുള്ള് തുറക്കണം. തമ്പൊന്നും യൂസ് ചെയ്തിട്ടില്ലേ? അയ്യോ, സകല ആരോഗ്യം എടുക്കുക. വിയർക്കുന്നില്ലേ? പക്ഷെ ഞാൻ തുറക്കുവേട്ടാ. ഞാൻ തുറന്നു. വിയർത്തേ കഷ്ടപ്പാടായിരുന്നു. ഒരു മധുരം. പിന്നെ സോഡയ്ക്ക് പിന്നെ ശരി ബ്ലൂബെറി. എന്തര്? ബ്ലൂബെറി. ഫസ്റ്റ് പ്രോട്ടീൻ റിച്ച് എടുത്തില്ലേ? അതെ, ഫസ്റ്റ് വില കൂടിയ സാധനങ്ങളൊക്കെ എടുത്തത്. ബ്ലൂബെറി. പഴം തൊലിച്ച് തിന്നത്രല്ലേ ഉള്ളൂ. പഴം തൊലിച്ച് ഏറ്റവും ഫുള്ള് ഫിനിഷ് ചെയ്യുന്നവര് ജയിക്കും. ഫുള്ള് തിന്നണം. 1 2 3. അയ്യോ, ഇത് പച്ചപ്പഴമാണോ? എടാ, തറ കളയല്ലേടേ. ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് മിൽക്കാണ് ഗൈസ്, പാല്. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാസ് വെച്ച് പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതും തമ്പ് ഇല്ലാതെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. മനപ്പൂർവ്വം തട്ടിയിടരുത്. അടിയിൽ എത്ര വേണം? 5 വേണം. അടിയിൽ 5 അല്ലേ? എന്റെ കൈ തട്ടുന്ന ഏട്ടന്റെ കൈ ഇത് എടുത്തു. എടാ, എന്റെ കളിയിൽ വരല്ലേ. അയ്യോ, തിരിച്ചല്ല വെക്കട്ടെ. അങ്ങനെ തട്ടി തള്ളി ഇട്ടാ വെക്കല്ലേ? എടാ, അത് എന്താ മൊത്തം തട്ടിയിടും.
ജനുവിനായിട്ടല്ല എന്നെ വിളിച്ചത്. ഞാൻ മൊത്തം തട്ടിയിട്ട് കേട്ടല്ലോ. ഗെയിം അങ്ങനെ കൈ തട്ടിയത് പറഞ്ഞ് അറിയാതെ പറ്റിപ്പോയല്ലേ. ജനുവല്ലി മൃദുല വിൻ ചെയ്തിരിക്കുന്നു. ഗ്ലാസ് തീരുന്നില്ലല്ലോ. അങ്ങനെ വെക്കുള്ളൂ. ഗ്ലാസ് തീരണം. പിന്നെന്താ മേളിൽ നിന്ന് വെക്കുക? അടിയിൽ 5 വെച്ചാ ഇങ്ങനെ തന്നെ പിരമിഡ് വരുന്നത്. എന്തുവാ വെച്ചോ, ഞാൻ തന്നെ ജയിച്ചത്. ആ ഗ്ലാസ് നീ എവിടെ വെക്കൂ? ഇനി ഇത് ഇങ്ങനെ കൂടെ എടുക്കാറിയോ? എങ്ങനെ? ബനാന ചൂസ് ചെയ്യും. അല്ല ബനാന അല്ലെങ്കിൽ ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇതാണ് വാൾനട്ട് യൂസ് ചെയ്യും. എനിക്ക് 3 ഡേറ്റ്സ്. ഡേറ്റ്സോ? എടി നീ എന്തോ ഇത് എല്ലാം ഇതായി കറുത്ത സാധനം മാത്രം ചൂസ് ചെയ്യുന്നത്? അത് അരച്ച് തിന്നാൻ പറ്റുമോ? അതിന് വേറെ ലിക്വിഡ് വേണ്ടേ? അതൊക്കെ അത് ആത്മവിശ്വാസം, അത് വരും. അതൊക്കെ ഉണ്ട്. ഏട്ടനെ പോലെ ആദ്യമേ മിൽക്ക് എടുത്ത് ഒഴിക്കുന്നു വിചാരിച്ചു. അടുത്ത ചലഞ്ച് ലേസ് ആണ്. ലേസ് പൊട്ടിച്ച് ഒരു ചിപ്സ് ആദ്യം കഴിക്കണം. ഒറ്റ ചിപ്സ്. എന്റെ ലേസാ. അപ്പൊ റെഡി? നീ അല്ല ഇതിവിടെ വെച്ചിട്ട് അങ്ങനെ പൊസിഷൻ എടുത്ത് വെക്കണ്ട. റെഡി? 1 2 3. അത് പൊടിയിട്ടേ ഉള്ളൂ, ഒരെണ്ണമായിട്ട് കിട്ടത്തില്ല. എനിക്ക് വായിച്ചില്ല. കണ്ണക്കടിയാ. എനിക്ക് കടിക്കാൻ തോന്നുന്നു. ഇത് ഭയങ്കര ടഫാട്ടോ. ഞാൻ നിന്നെ നോക്കുന്നത്. എന്റെ ഒരു പിഴുത്ത വീണ് പുള്ളി വരുന്നുമില്ല. ഇത് ആരാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? റബ്ബർ ബാൻഡ് വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ലേസ് ഒക്കെ. മനുഷ്യൻ സിമ്പിളായിട്ട് പൊട്ടി വരാളെ. ഇതിന് ആർക്കും കൊള്ളത്തില്ലേട്ടാ തിന്നെ. പൊട്ടിച്ചില്ലേടി നീ പൊട്ടിച്ചില്ലേടി. പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്റെ പാൽക്കാരനാ. ഇവിടെ അത്യാവശ്യം ടേസ്റ്റിനുള്ള സാധനം ആയ കേട്ടോ. എനിക്കിനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാ അവിടെ എടാ ഇത് തിന്നു കഴിയുമ്പോ നമ്മുടെ ഇതിലെല്ലാം അഴുക്കാവും. ഇത് ഒരു ചോറ് പോലും ഇല്ലാതെ തിന്നു തീർക്കണം. എടുക്കാൻ പാടില്ല. ശരി. തറ വീണ ഒരു ചോറ് വരെ നീ എടുത്ത് തിന്നേണ്ടി വരും. ഇല്ല, 3 ചോറുണ്ട്, എടുത്ത് ആളും പഠിക്കണ്ടേ ഭയങ്കര ഓവറായിട്ട്. ഞാൻ വിൻ ചെയ്തിരിക്കുവാണേ. എനിക്ക് പഴം മതി. ഈ പത്രേ മതി കേട്ടോ. കാരണം പാലും പഴമെങ്കിലും അടിച്ച് തിന്നാം. ഇനിയിപ്പോ ഇതായിട്ട് കുറയ്ക്കുന്നു. അടുത്ത റൗണ്ടിലൂടെ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ബ്രെഡും ഉണ്ട് ജാമും ഉണ്ട്. നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ട് 2 സാൻഡ്വിച്ച് പോലെ ആയിട്ട് തിരിയണം. ഓക്കെ, ഈവനായിട്ട് ടോസ്റ്റ് ചെയ്യണം. ടോസ്റ്റ് ചെയ്തത് കാണിക്കണം. ഈവനായിട്ട് കറക്റ്റ് എല്ലായിടത്തും ആ റെഡ് കളർ നല്ല രീതിയിൽ. ഒരു ജാമേ ഉള്ളൂ. ഈ ജാമിന് അടിയാവും കൂടെ. അത് പടിയാവും. ആദ്യം ഞാൻ എടുത്തിട്ട് നീ എടുത്താൽ മതി. മര്യാദ ചൊവയോടെ ആദ്യം വേണം നീ എടുത്തോ, എന്നിട്ട് ഞാൻ എടുത്തു. പൂണവിടെ പോയി എവിടെ എടുത്തോണ്ട് നടക്കുന്നു? ഇപ്പോഴേ ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇപ്പൊ കൊറേ ആയില്ലേ അണ്ടാമിനകത്തോട്ട്. മനുഷ്യനോടെ പഴവും പാലും മാത്രമേ ഉള്ളൂ. ഞാൻ പഴവും പാലത്തിന്റെ സർപ്പോ അത് പാമ്പാ? പാലും പഴവും മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നുമില്ല. ഒരു ഫ്ലേവർ വെച്ചിട്ട് ഐസ്ക്രീം ഒക്കെ വേണം. ഓക്കെ, അപ്പം 2 എണ്ണത്തിന് ഞാൻ ജയിച്ചു. എത്ര ജയിച്ചു? ഈ 3 എണ്ണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. തള്ളി മാറ്റുന്ന എന്തുവാ? ഞാൻ കോരിയതാ.
ഈവനായിട്ട് ടോസ്റ്റ് ചെയ്തേ, ഗൈസ്. ഇത് ക്യാമറ കാണിക്കണേ. നീ വായി നോക്കി, എന്റെ വായി നോക്കിയിരിക്കണം. നീ തേക്കാൻ ടോസ്റ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, സത്യം വായി നോക്കിയിരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഇവനായിട്ട് ടോസ്റ്റ് ചെയ്തേ. ഓ, ഇവനായിട്ട് ടോസ്റ്റ് ചെയ്ത ഗൈസ്. കള്ളക്കളി കാണിക്കുന്നതാണ്, കള്ളക്കളി. ഇത്രയും ജാമ തിന്നിർത്താ കുറച്ചൊക്കെ തറയിൽ പോയി. എന്ത് പറ്റിയെന്നറിയോ, ഞാൻ വിചാരിച്ചു നീ രണ്ടാമത് എടുക്കും വിചാരിച്ച് ഞാൻ ജാമ തീർക്കാൻ നോക്കിയതാ. പക്ഷെ ആ ഒറ്റ സ്പൂണിൽ അവ എടുത്ത് തേച്ച് എനിക്ക് അവിടെ പാളിച്ച പറ്റി. നീ അവളെ എന്നെ മൂഞ്ചിക്കാൻ നോക്കിയതല്ലേ? ചേച്ചില്ലേ ഒതുക്ക്. എന്താണെന്നറിയോ, ബ്രെഡും ജാമും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും തിന്നും. ഏട്ടൻ അങ്ങനെ തിന്ന് ശീലമില്ല. ചോറിന് എളുപ്പമായിരുന്നു, ഇത് ഹെവി ചവച്ചെടുക്കാം എപ്പോഴും. ഞാൻ പിന്നെ അങ്ങനെ തീർത്തേ. വെള്ളം പച്ചവെള്ളം. ഞാൻ ബ്ലൂബെറി ഇട്ടില്ലേ ഓൾറെഡി, അപ്പൊ എനിക്ക് ബ്ലൂബെറിയുടെ ഐസ്ക്രീം വേണം. ബ്ലൂബെറിയാണ് ഗൈസ്, ബ്ലൂബെറി മൊത്തം വീണ്. വേണ്ട വേണ്ട. ഇത് അടുത്ത് നമ്മളെ സ്വന്തം പേര് എഴുതുക എന്നുള്ള ചാലഞ്ചിലാണ്. അപ്പം അത് ഏത് കളർ വേണം? 1 2 3. അതെ, അക്ഷരം നല്ലതാവണേ. ഇത് കൂട്ടക്ഷരോ, ഇത് കൂടുതലാണോ? ഇതെന്താ ഈ ഡി ഞാൻ കാണിക്കും, നിങ്ങളെ കാണിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതെന്ത് കറക്റ്റ് ആയിട്ട് ബോൾഡ് ലെറ്റർ ആണെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് കൂട്ടക്ഷരമായി. ഞാൻ ആദ്യം കഴിഞ്ഞ. ഇത് നോക്കിയിട്ട് ബി വരെ ഓക്കെ. ഇതും എന്തുവാ, ഇത് 3 എന്തുവാ? പക്ഷെ അങ്ങനെയല്ല. എന്റെ നോക്കി MRUDULA. എ അല്ല, ഇത് എക്സാ. ഇത് എ അല്ല, ഇത് എ അല്ല, എക്സ് ആണ്. ഇത് ഏട്ടന് 3 അക്ഷരം ഔട്ടാ, എന്റെ ഒരു അക്ഷരം. ഒന്നും കൂടി ട്രൈ ചെയ്യണം. അത് എക്സാ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഒരാളുടെ താമസം എഴുതിയാലും ശരി, ലെറ്റർ കറക്റ്റ് ആയിരിക്കണം. കഴിഞ്ഞതിന് മുന്നേ കഴിഞ്ഞു പറഞ്ഞാൽ ഞാനാ കഴിഞ്ഞത്. എല്ലാം ഉണ്ടല്ലോ, MRUDULA, PRA. ഇതെന്ത് തേക. മുക്ക് വെച്ച് അടിച്ചുകൂടാതെ കൈ വെച്ചടിക്കുക. എന്റെ പഴവും പാലും നീച്ചടിക്കുന്നു. എനിക്ക് ആപ്പിൾ വേണം. അടുത്ത ചലഞ്ച് കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മളെല്ലാം ഒരു പേര് ഷോക്സ് ഉണ്ട്. അപ്പൊ അത് സ്വന്തം കാലിൽ ധരിക്കുക എന്നുള്ളതാണ്. ആരാണ് മുമ്പേ ധരിക്കുന്നത് അതായിരിക്കും വിൻ ചെയ്യുന്നത്. കാലെട്ട് മേലെ വെക്കണം. കാല് തട്ടുമ്പോ സ്മൂത്തി തട്ടാൻ പാടില്ലേ? റെഡി? അവിടെ കാല് താത്തി വേ. നീ നിനക്ക് എല്ലാം ജയിക്കണം മൃദുലേ. പിന്നെ 1 2 3 സ്റ്റാർട്ട്. അതെ, നീ ഇട്ടത് ശരിയായില്ല കേട്ടോ. ഒരെണ്ണം പ്യൂമയുടെ, ഒരെണ്ണം അഡിഡാസിന്റെ. കറക്റ്റ് അല്ലായിരുന്നോ? നമുക്ക് ജസ്റ്റ് ഫണ്ടിനെ നമുക്ക് ഒന്നുകൂടി ഫണ്ട്. നീ ജയിച്ച്. ജയിക്കാനുള്ള ആവശ്യമുണ്ടാണോ? നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അവള് ജയിച്ചു കേട്ടോ, അവളാണ് ജയിച്ചത് ഗെയിമില്. ഏട്ടൻ ഗോ പറയുന്നതിന് മുന്നേ എടുത്ത ഇത് കള്ളത്തരമാണ്. കേറങ്ങോട്ട് വിളിച്ച് ആ ഷോക്സിന് എന്തോ കുഴപ്പമില്ല, കേറുന്നില്ല.
ഉണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പ് കാഷ്യൂ ക്യാൻഡി ആണ് ഇത്. തൊഴിച്ച് കഴിക്കുന്ന ടഫ് അത് ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചേക്കുക. ഇതിന്റെ മുട്ടാക്കി ഒരു കേടും പറ്റിയിട്ടില്ല. ഞാൻ ഷുഗർ കട്ടാണ്ട ഇല്ലെങ്കിൽ പൊമഗ്രനേറ്റ് തോനായിട്ട് കഴിക്കും കുരുണ്ട്. ലാസ്റ്റ് റൗണ്ട് ആണ് സുഹൃത്തുക്കളെ. ഈ വട്ടം ക്യൂടെക്സ് ആണ്. ക്യൂടെക്സ് നമ്മൾ നീറ്റ് ആയിട്ട് ഇടണം. അതാണ് വെറുതെ തുറന്ന് വിരലില് നല്ല നീറ്റ് ആയിട്ട് ഇടണം. ഓക്കെ 4 വിരലില്. 1 2 3 സ്റ്റാർട്ട്. ഇത് തുറക്കാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര ജാമാട്ടോ. നമുക്ക് പിന്നെ ഇതിട്ട് ശീലമില്ല. ഇവിടെ കാര്യടൂ. അല്ലെങ്കിൽ നീ തോറ്റേ. നീ നീറ്റായിട്ടല്ല ഇട്ടേക്കുന്നത്. പക്ഷെ കൊള്ളായിട്ടാ ക്യൂട്ടേസ് ഇട്ടോ. നീറ്റല്ലേ അല്ല. എത്ര നാൾക്ക് ശേഷം നെയിൽ പോളിഷ് ഇടുന്നതറിയോ? അമ്പൂട്ടനെ എടുക്കുന്നോണ്ട് ഫീഡ് ചെയ്യുന്നോണ്ട് ഞാൻ ഇടത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ വായിച്ചു കളയും. കാരണം അവൻ വളർന്നിട്ടിട്ട. നാറങ്ങോട്ട് വാളിനിട്ട് പാല്, ആപ്പിള്, ബ്ലൂബെറി, ഡേറ്റ്സ്, പൊമഗ്രനേറ്റ്, വാൾനട്ട്. 7 റൗണ്ട് ഞാൻ ജയിച്ചോ? പാലും പഴവും മാത്രം അത് അറം പറ്റി. എനിക്കതൊന്നും ഇഷ്ടമല്ല. എന്റെ കുറച്ചുകൂടി റിച്ച് കണ്ടോ? പഴവും പാലും ആണേലും മഞ്ഞ കളർ കണ്ടോ? പിടിയില്ല. മൊത്തവഴി ടേസ്റ്റ് എന്തിനാ? പഴം എന്നാൽ നല്ലപോലെ പഴുത്തില്ല. അതിൻ്റെ കൂടെ പച്ചപ്പാലും പഴവും മാത്രം. എന്തെങ്കിലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഏട്ടന്റെ ഉടുപ്പിന്റെ കളറ് നട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ട് നല്ല ഷാർജ കുടിക്കുന്നത് കണ്ടു. നമ്മളെ ചാലഞ്ച് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതിനുള്ള ബൈ.